കോട്ടയം സ്കൂൾ ഓഫ് ലീഗൽ തോട്ടിൽ വിദ്യാർത്ഥികൾ സമരത്തിൽ അനാവശ്യ കാരണങ്ങൾ ഉന്നയിച്ച് കോഴ്സ് നീണ്ടുപോകുന്നുവെന്നും പരാതി പരീക്ഷകൾ നടത്തുന്നത് വൈകിപ്പിക്കുന്നുവെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കോഴ്സിന്റെ അഫിലിയേഷൻ സംബന്ധിച്ച് അവ്യക്തതയെന്നും ആരോപിക്കുന്നുണ്ട്. മിഥുന ഏപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് രാവിലെ ആരംഭിച്ചിരിക്കുന്ന നിരാഹാര സമരം ഇപ്പോഴും ഈ കോളേജിനുള്ളിൽ തുടരുകയാണ് എന്നുള്ളതാണ്. കോട്ടയത്തെ സ്കൂൾ ഓഫ് ലീഗൽ തോട്ടിലെ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ സമരം ചെയ്തത്. അവസാന വർഷ നിയമ വിദ്യാർത്ഥികളാണ്, അതായത് BBA LLB പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അവരുടെ കോഴ്സുകൾ അകാരണമായി നീണ്ടുപോകുന്നു എന്ന കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സമരം നടത്തിയിരിക്കുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമോ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത്. പ്രധാനമായും ഈ 5ാം വർഷ വിദ്യാർത്ഥികളാണ് ഇവരുടെ ഈ പരീക്ഷകളും അതുപോലെ തന്നെ പരീക്ഷകൾ വൈകുന്നത് കാരണം കോഴ്സ് പൂർത്തീകരിക്കാൻ സമയമാകുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് എൻറോൾ ചെയ്യുന്നതിനുള്ള സമയം കൂടുതലെടുക്കുന്നു. 5 വർഷത്തെ കോഴ്സ് പ്രത്യക്ഷത്തിൽ 6 വർഷം വേണ്ടി വരുന്നു എന്നുള്ളതെല്ലാമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികളോട് തന്നെ ഇതിൻ്റെ ഒരു കാര്യം ചോദിക്കാം. എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ്? നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ 2019 ഈ കോളേജിൽ LLB എന്ന് പറഞ്ഞ കോഴ്സിന് വേണ്ടി ചേർന്നാണ്. 2024 ഓഗസ്റ്റിൽ ഇത് കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങേണ്ടതായിരുന്നു. നമ്മുടെ ഒപ്പം കയറിയ ബാക്കി എല്ലാ കോളേജിലെയും വിദ്യാർത്ഥികൾ വക്കീലായി 2 മാസം പ്രാക്ടീസും കഴിഞ്ഞു. എന്നിട്ടും ഞങ്ങൾക്ക് ഇവിടെ 10th സെമസ്റ്ററിൻ്റെ ഇന്റേണൽ എക്സാം പോലും പകുതി വെച്ച് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത സാഹചര്യത്തിൽ പകുതി വെച്ച് നിർത്തിയേക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമുക്കിവിടെ എക്സാം മുന്നോട്ട് നടത്തണം, ഒരു ലാഗും കൂടാതെ മുന്നോട്ട് നടത്തണം. അടുത്ത എൻറോൾമെന്റിലെങ്കിലും എൻറോൾ ആവണം. അതാണ് നമ്മുടെ ആവശ്യം. അധികാരികളൊന്നും ഇതുവരെ നമുക്ക് മറുപടിയൊന്നും തരാത്ത സ്ഥിതിക്ക് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. എന്തെങ്കിലും ഒരു മറുപടി അല്ലെങ്കിൽ എക്സാം ഉടനെ നടത്തുമെന്നുള്ള മറുപടി തരുന്നത് വരെ ഈ സമരം കണ്ടിന്യൂ ചെയ്തു പോകാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കോഴ്സ് ഇത്രയും നീണ്ടു പോകുന്നത് എന്താണ് കാരണം? അധികൃതർ എന്താ പറയുന്നത്? എല്ലാ കോളേജുകളും സാധാരണ സമരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ മാറ്റി അവർ കറക്റ്റ് സമയത്ത് കോഴ്സ് കഴിപ്പിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ആ സമയമല്ല, സമരം എല്ലാതും നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് കോഴ്സ് അവസാനമായിട്ട് ഞങ്ങളത് ലാഗായി പോയി. പ്രോപ്പറായിട്ട് അവർ നമുക്കൊരു റീസൺ തരുന്നില്ല. വർക്കിംഗ് ഡേയ്സ് 90 ഡേയ്സ് കമ്പൽസറി ആയിട്ട് CNSS സ്കീമിൽ നടത്തണം എന്നുള്ള റീസൺ പറഞ്ഞാണ് ലാഗായി പോകുന്നത്. ബാക്കിയുള്ള കോളേജുകളിലെ സ്റ്റുഡൻസ് ഒക്കെ ഒരു എൻറോൾമെന്റ് ഒക്ടോബറിൽ എൻറോൾഡ് ആവേണ്ട ബാച്ചാണ് ഞങ്ങൾക്കൊരു ലാഗ് വന്നു. ഇനി ജനുവരിയിൽ ഞങ്ങൾ എൻറോൾഡ് ആയില്ലെങ്കിൽ ഞങ്ങളുടെ 2 സീനിയോറിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. ആ കൺസേൺ ഉന്നയിച്ചപ്പോൾ അവർ മറ്റ് പല ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഉത്തരമായി തരുന്നത്. ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ എന്നിവിടുന്ന് എൻറോൾഡ് ആകും എന്നുള്ള കാര്യത്തെപ്പറ്റി വ്യക്തതയില്ല. ഈ സമരം പ്രഖ്യാപിച്ച് ഇവർ തുടങ്ങുന്നതിന് ശേഷം എന്തെങ്കിലും തരത്തിൽ ഇവിടുന്ന് അധികൃതർ നൽകുന്ന മറുപടി എന്താണ്? ഇപ്പോൾ ഈ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം എന്തെങ്കിലും പറയുന്നുണ്ടോ? കാര്യമായ മറുപടി ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. അതായത് ഇതിന്റെ ഉന്നത അധികാരികൾ ഇതുവരെ ഞങ്ങളോട് ഒന്നും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ സമരം തുടരുകയാണ്. തീർച്ചയായിട്ടും ഈ കോഴ്സിന്റെ അഫിലിയേഷൻ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളായിട്ടും ഉന്നയിക്കുന്നുണ്ടല്ലോ. അങ്ങനെ പറയുന്നുണ്ട്. അഫിലിയേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് BB LLB BA LLB ഇവിടുത്തെ അഫിലിയേഷൻ BA LLBക്കാണെന്നാണ് ഇവർ പറയുന്നത്. അത് BB LLB ആണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലേക്ക് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇലക്ഷൻ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒന്നും തീരുമാനമൊന്നും ആയിട്ടില്ല. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ മുതലാണ് ഇവർ ഈ നിരാഹാര സമരം ആരംഭിച്ചത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഉന്നയിച്ച വിഷയങ്ങളിൽ ഇത്തരത്തിൽ ഇവരുടെ ജോലിയെ ബാധിക്കുന്ന വിഷയമാണ്, ഇവരുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. 5 വർഷത്തെ കോഴ്സ് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ വിവിധ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 6 വർഷത്തേക്ക് നീളുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മറ്റ് പ്രാക്ടീസിനും അതുപോലെ തന്നെ അഭിഭാഷകരായി പുറത്തിറങ്ങണമെന്നുള്ള ഇവരുടെ സ്വപ്നമെല്ലാം ഇത്തരത്തിൽ വൈകിപ്പോകുന്നു എന്നാണ് ഇവർ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. അധികൃതർ ഇത് സംബന്ധിച്ചുള്ള ഒരു നടപടി എടുക്കണമെന്ന് തന്നെയാണ്, എത്രയും പെട്ടെന്ന് നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് അധികൃതരെ പരിഹരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളിലപ്പുറം ഏതെങ്കിലും രീതിയിൽ ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം.